കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേച്ചി, അമ്മ ഇപ്പോ സാരി കണ്ടിട്ടുണ്ടാവോ ചേച്ചി? ഇത്ര നേരമായിട്ട് കാണാതിരിക്കോ? കണ്ടിട്ടുണ്ടാവും വസു. റിസൾട്ട് എന്താകോ എന്തോ. പോസിറ്റീവ് ആയിരിക്കും വസു. അതുമാത്രമല്ല, ടെൻഷനാ വേണ്ടത് നീയല്ല, കാർത്തികയ. കാർത്തികയെ ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ ചേച്ചി. അമ്മയ്ക്ക് ആ സാരി ഇഷ്ടപ്പെടുവാണെങ്കിൽ കാർത്തികയ്ക്ക് സന്തോഷാവും. ഇത്രയും പോസിറ്റീവായിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റൂ. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കാനാ നീ ആഗ്രഹിക്കുന്നത്. ചേച്ചി, ഭാസ്കരേട്ടൻ എഴുന്നേറ്റോ? അയ്യോ, മറന്നേ പോയി. ഞാൻ പോയി എഴുന്നേൽപ്പിക്കട്ടെ, അല്ലെങ്കിൽ അമ്മ ഒന്ന് വഴക്ക് പറയും. ഏട്ടാ, ഏട്ടാ, എഴുന്നേക്ക്. അയ്യോ, കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ ഭാവനെ. പറ്റില്ല, എഴുന്നേറ്റേ പറ്റൂ. ഞാൻ ഇപ്പൊ വന്ന് കിടന്നല്ലേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റല്ലോ, ഏട്ടൻ എണീക്ക്. എഴുന്നേക്കേട്ടാ, എഴുന്നേക്ക്. എഴുന്നേക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ ദേഹോപദ്രവമാണോ? എഴുന്നേറ്റില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യും. അതെ, എന്താ നിന്റെ ടോൺ മാറിയിരിക്കുന്നേ? മാറും, എല്ലാം തന്നെ മാറാൻ പോവാ. രാത്രി ഭയങ്കര അനുസരണയായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന് രാക്ഷസിയെ പോലെയൊക്കെ ഇങ്ങനെ? രാത്രിയിൽ ഏട്ടൻ കാണിച്ച പ്രകടനത്തിന് ഇത് തന്നെ മറുപടി. അപ്പൊ പിന്നെ റിവഞ്ചാണോ? അങ്ങനെയാണെന്ന് അങ്ങ് കരുതിക്കോ. രാത്രിയിൽ എന്തുമാത്രം പേടിപ്പിച്ചു. ശരി ശരി, ആവശ്യം കഴിഞ്ഞപ്പോ ചോദ്യങ്ങളുമായി പക തീർക്കുവല്ലേ? പോയി കുളിച്ചിട്ട് വാ. ഇങ്ങനെ എണീറ്റ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണ്ട അമ്മ നല്ല വഴക്ക് പറയും. പോവാൻ പറഞ്ഞില്ലേ? എണീക്കേട്ടാ. ഇതിനിയും ബോധം വീണില്ലാന്ന് തോന്നുന്നു. ഇളയമ്മേ, 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 ഇളയമ്മേ എണീക്ക്. അതിനിടയ്ക്ക് നേരം വെളുത്തോ? കുറച്ചു നേരോടെ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടേടാ. ഇനി എത്ര നേരം ഉറങ്ങാൻ പോകുന്നേ? ഇനി നിങ്ങൾക്ക് ഉറങ്ങണോ അല്ലേ? പൂജ ചെയ്യാനുണ്ട്. എനിക്ക് എന്ത് പൂജയടാ? എനിക്ക് സിന്ദൂരോ താലിയോ ഭർത്താവോ ഒന്നും ഇല്ലല്ലോ. ഞാൻ പിന്നെ ആർക്കാടാ പൂജ ചെയ്യുന്നേ? നിങ്ങളെ ഏട്ടത്തേക്ക് വേണ്ടി ചെയ്യാലോ. അമ്മ ഇപ്പൊ വന്നാലുണ്ടല്ലോ നിങ്ങൾ തീർന്നു. നിന്റെ അമ്മ സാരി ഉടുത്തോ? ആ നിമിഷത്തിന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് കുളിച്ചിട്ട് വാ. സാരി എടുത്തിട്ട് അമ്മ ഇപ്പൊ വരും, അപ്പൊ വന്ന് നോക്ക്. ഞാൻ കണ്ടിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളൊക്കെ പോയി കാണും.
ഞാനിത് അമ്മയോട് പോയി പറയട്ടെ ഇങ്ങനെ. കൊച്ചുമോനാ ഡേഞ്ചർ എന്ന് വിചാരിച്ച് നീ അതിനേക്കാളും ഡേഞ്ചർ ആണല്ലോടാ. അമ്മ എന്നേക്കാളും ഡേഞ്ചറാ. അറിയാലോ അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വാ. ശരി. ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 പൊൻതിരിക്കണി വിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി ഇത് പുണ്യമുണർന്ന സുവർണ ദിനം ഒരു കോടി മംഗളം. വസു, സാരി നന്നായിട്ടുണ്ടല്ലേ? അതെ ചേച്ചി, അമ്മയ്ക്ക് ആ സാരി ചേരുന്നുണ്ട്. എടാ ഭാസ്കരേ, ഈ സാരിയിൽ നിന്റെ അമ്മ സുന്ദരിയായല്ലോ. പിന്നെ വസുവിനെ പറ്റി എന്താ കരുതിയത് നിങ്ങള്? എല്ലാവളുടെ ഡിസൈനിന്റെ മഹത്വ. ഏട്ടത്തി എങ്ങനെയുണ്ട്? ഏട്ടത്തിയുടെ കല്യാണ ദിവസത്തിൽ കാണാൻ എങ്ങനെയായിരുന്നോ? ഇപ്പോഴും അതുപോലെ തന്നെ എന്റെ ഏട്ടത്തി. പോ ഏട്ടത്തി, കള്ളം പറയാതെ. എടാ ഭാസ്കർ മോനെ, ഞാൻ കള്ളാണോ പറഞ്ഞത്? സാരി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അമ്മേ. ഈ സാരിയിൽ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്മ കാരണം ഈ സാരിക്ക് തന്നെ ഭയങ്കര ഭംഗി തോന്നുക. എല്ലാം കാർത്തികയുടെ കഴിവാ. അവൾ അത്ര നന്നായിട്ട് ഡിസൈനിങ് ചെയ്തതുകൊണ്ടാ ഈ സാരിക്ക് ഇത്രയും ഭംഗിയുള്ളത്. എന്തായാലും ഡിസൈനർ തന്നെയാ ഭാവനെ. അവരുടെ കഴിവ് ഭയങ്കരമാ. എന്ത് കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. കാർത്തിക ഗ്രേറ്റ്, വണ്ടർഫുൾ വർക്കാ ചെയ്തിരിക്കുന്നെ അല്ലേ ഏട്ടത്തി? അതെ അതെ അതെ. ഇപ്പഴെന്തിനാ ഇതൊക്കെ പറയുന്നേ? സാരി ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി. വസു, നീയും കണ്ടുപിടിക്കുമോളെ. അന്ന് ഭാവനയുടെ സാരിക്ക് അരയന്നത്തിന്റെ വർക്ക് ചെയ്തില്ലേ? ഇത് അതുപോലെയല്ല. ഇതാണ് യഥാർത്ഥ ഡിസൈനിങ്. കാർത്തിക അതിലൊക്കെ ശരിക്കും എക്സ്പെർട്ടാണ്. അതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അതിനൊക്കെ വലിയ കഴിവുകൾ വേണ്ടി വരും. അതെ അമ്മ, അതിനമ്മ വസുവിന്റെ അടുത്ത താങ്ക്സ് പറയണ്ടേ. വസുവിനോടോ? അവളല്ലേ ഈ വർക്ക് ചെയ്തത്. എന്താ വസു വർക്ക് ചെയ്തു പറഞ്ഞേ? അതെ എടുത്തി, രാത്രി കാർത്തിക വർക്ക് ചെയ്യുമ്പോ ബസ്സു അടുത്തിരുന്ന് സഹായിച്ചു എന്ന് പറഞ്ഞു വന്നതാ. അതെ അമ്മേ, കാർത്തികയെ ഞാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആ കാര്യത്തിന് വസുവിനോട് നന്ദി പറയണമെന്ന് ഏട്ടൻ പറഞ്ഞതാ അമ്മേ, അത്രേ ഉള്ളൂ. സഹായത്തിന് താങ്ക്സ് പറയാം. എന്നാൽ അവള് ചെയ്ത ജോലിക്ക്, ഈ ഡിസൈനിങ്ങിന് ഇതിലും വലിയ താങ്ക്സ് കാർത്തികയോട് പറയേണ്ടതുണ്ട്. അവളെ ഈ സാരി ഒന്ന് കാണിച്ചിട്ട് വരാം. എല്ലാരും റെഡിയായിരിക്കണേ. എടാ ഭാസ്കരേ, നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാൻ പോന്നേ? എന്റെ ഇളയമ്മ വർക്ക് ചെയ്തത് വസുവല്ലേ? ചെയ്തത് ഞാനാണെങ്കിലും അമ്മ ഇപ്പൊ ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. പക്ഷേ അമ്മ നിന്നോട് കാർത്തികയെ കണ്ട് പഠിക്കാൻ പറഞ്ഞ് നിന്നെ ചെറുതാക്കി കളഞ്ഞില്ലേ? അതൊന്നും സാരമില്ല ഭാസ്കരേട്ടാ. എനിക്ക് കാർത്തികയെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചാ മതി. ഇപ്പൊ അമ്മയും ഹാപ്പി, കാർത്തികയും ഹാപ്പി. എന്നാ വർക്ക് ചെയ്ത് നീയായിരുന്നു അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. സാരമില്ല ചേച്ചി, അറിഞ്ഞോ അറിയാതെയോ കാർത്തിക് ഇതിൽ വന്നുപെട്ടതല്ലേ. സഹായം ചെയ്യാമോന്ന് ചോദിച്ചു, ഞാൻ സഹായിച്ചു.
അമ്മയുടെ അനുമോദനങ്ങളെല്ലാം നിനക്ക് തന്നെ കിട്ടണം വസു. കാർത്തികയെ അഭിനന്ദിച്ചാലും എന്നെ അഭിനന്ദിച്ചാലും ഒരുപോലെയല്ലേ? ഭാവനേച്ചി, ഞാൻ, കാർത്തിക എല്ലാവരും ഒരുപോലെയല്ലേ? നിനക്കൊരു നല്ല മനസ്സുണ്ട് വസു. അല്ല ചേച്ചി, എത്രയോ നല്ല ആൾക്കാരുടെ നടുവിലാ ഞാൻ ജീവിക്കുന്നേ. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതും മോശാവില്ലേ? നിന്റെ അമ്മായി അഭിനന്ദിച്ചില്ലെങ്കിലും ഞാൻ തന്നെ അഭിനന്ദിക്കല്ലേ ഇപ്പോ. നീ ശരിക്കും ഗ്രേറ്റ് ആടി. നിനക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. നിന്റെ ഉള്ളിൽ ശരിക്കും കലയുണ്ട്. ആർട്ട് മാത്രം അല്ല ഇളയമേ, ഹാർട്ടും ഉണ്ട്. ആ അതെ അതെ, അതുണ്ട്. മോളെ വസു, നിന്നെ എത്ര പുകഴ്ത്തിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. അത് സാരമല്ല ഭാസ്കരേട്ടാ. ഞാനാണ് സാരി ഡിസൈൻ ചെയ്തെന്ന കാര്യം അമ്മ ഒരിക്കലും അറിയരുത് പ്ലീസ്. ചേച്ചി അനിയത്തിമാർക്കിടയിൽ ഒരിക്കലും വഴക്കുണ്ടാകരുത്. കാർത്തികേ, കാർത്തികേ, മോളെ കാർത്തികേ, കാർത്തികേ. കാർത്തിക, എടി എഴുന്നേക്ക്. എന്താ അഖിൽ? എടി അമ്മ വിളിക്കുവന്ന് എഴുന്നേക്ക്. എന്താന്ന് പോയി നോക്ക്. എന്നെ അല്ലടി നിന്നെയാ വിളിക്കുന്നത്. ഒന്ന് എഴുന്നേക്ക്. അയ്യോ, ആ സാരി ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ എന്താ? പോയി ഡോർ ഓപ്പൺ ചെയ്യാം. അങ്ങോട്ട് ചെല്ല് വേണേ. എന്തിനാണാവോ? ഗുഡ് മോർണിംഗ് അമ്മേ. യഥാർത്ഥത്തിൽ ഇന്ന് നല്ല മോർണിംഗാ. സാരി നീ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിന്റെ കൈവിരലുകളിൽ മാന്ത്രികതയുണ്ട്. ആ അതെ അമ്മേ, അത് കൈയൊന്നും അല്ല, കത്രികയാ. പിന്നെ അത് വിരലല്ല, സൂചിയാ. എന്താ അഖില ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കൈ കൊണ്ട് തന്നെയാ അമ്മയുടെ സാരി അവള് വൃത്തികേടാക്കിയത്. അതെന്താന്ന് വെച്ചാ അമ്മ, ഈ ഡ്രസ്സൊക്കെ വെട്ടിത്തേക്കുന്നത് കത്രികയും സൂചിയും കൊണ്ടല്ലേ. എന്റെ മരുമകളുടെ കൈവിരലുകളെ നീ കത്രികയോടാണോ ഉപമിക്കുന്നത്? ഇവളുടെ വിരലുകൾ കഴിവുറ്റതാണ്. ഇവൾക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് നീ എന്താക്കില്ല എന്നോട് നേരത്തെ പറയാഞ്ഞത്? എനിക്കും ഇത് ഇന്നലെ രാത്രി അമ്മയെ മനസ്സിലായത്. ഒറ്റ രാത്രി കൊണ്ട് നീ മാജിക് കാണിച്ചു കാർത്തികേ. ഈ സാരിയില് അമ്മയെക്കാളും നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഇതിന് നീയാണ് കാരണം. അത് അമ്മയുടെ വെറും തോന്നല. നീ എന്താ ഈ പറയുന്നേ? അത് യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ അമ്മ, ബ്യൂട്ടിഫുൾ. യു ആർ അമേസിംഗ്. എന്നെ അല്ല, കാർത്തികെ അഭിനന്ദിക്ക്. ഞാൻ രാത്രി മുഴുവൻ അനുമോദിക്കായിരുന്നു അമ്മേ. എന്താ കാർത്തികെ കോട്ടുവായിടുന്നേ? രാത്രി മുഴുവനും വർക്ക് ചെയ്തതല്ലേ, രാവിലെയാ ഒന്ന് ഉറങ്ങിയത്. ശരിയാമേ, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് പാവം. അങ്ങനെയാണോ? എന്നാ അരമണിക്കൂറോടെ ഉറങ്ങിക്കോ. അത് കഴിഞ്ഞ് വേഗം കുളിച്ചിട്ട് വാ, പൂജ ആരംഭിക്കണം. അമ്മേ, അരമണിക്കൂർ ഉറങ്ങിക്കോന്ന് കേട്ടാ തോന്നു ഹാഫ് ഡേ ഉറങ്ങാനാ പറഞ്ഞെന്ന്. അമ്മയുടെ കയ്യിൽ നിന്ന് മുഴുവൻ മാർക്ക് വാങ്ങി എടുത്തില്ലേ നീ? ദാറ്റ് ഈസ് കാർത്തിക. ഏട്ടത്തിയുടെ പേര് തട്ടിയെടുക്കാൻ നാണമില്ലേ? വേറെന്ത് പറയണം? ആ സാരി ഡിസൈൻ ചെയ്തത് നിങ്ങളുടെ ഏട്ടത്തിയാണെന്ന് പറയണോ? വേറൊരാളുടെ ടാലന്റ് യൂസ് ചെയ്യുന്നത് തെറ്റെന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും സാരമില്ല. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എന്നെ സ്വയം പ്രൂവ് ചെയ്ത് കാണിക്കും. എത്ര സാരി കേറിയിട്ടാണാവോ? നിന്നെ കാതോർത്തുവോ ജാലകം
വശമോർക്കുന്നു മഴയുടെ ഒരു വരി തൂമഞ്ഞു ചൊല്ലുന്നു തരളമാം മൃദുമൊഴി പോയ കാലത്തിൻ ഗാനാലാപനവും കാതോർത്തുവോ ജാലകം. എന്താട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നെന്തോ പുതുമയുള്ളതുപോലെ. പുതുമയോ? കാർത്തിക മാസം ആയതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെന്ത് പുതുമയുള്ളത്? ഞാൻ പറഞ്ഞത് പുറത്ത് കാണുന്ന തന്റെ രൂപഭംഗിയല്ല, ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന തന്റെ കഴിവുകളെ പറ്റിയാ. എന്റെ ഉള്ളിലെ കഴിവുകൾ ഏട്ടൻ എപ്പോഴാ മനസ്സിലാക്കിയത്? താൻ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. താൻ ഇവിടെ വന്ന സമയത്ത് ഈ വീട് ഭംഗിയായിട്ട് അലങ്കരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം എന്റെ മക്കളെ നന്നായിട്ട് ഒരുക്കുന്നതും കണ്ടു. പിന്നീട് ഞാൻ തന്റെ മനോഹരമായ പാട്ടും കേട്ടു. ഈവന്റ് ജോലികളിൽ എന്നെ ഹെൽപ്പ് ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാർത്തികയ്ക്ക് വളരെയധികം തുണയായി കൂടെ നിന്നു. ഇയാൾ ഒരു മൾട്ടി ടാലന്റഡ് ആണ്. ഏട്ടൻ എന്നെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എല്ലാ വീട്ടിലെയും പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമല്ലേ? ശരി തന്നെ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ചിലർക്കേ കഴിയത്തുള്ളൂ. താൻ ചെയ്തൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇതിന് മാത്രം ഞാൻ എന്ത് കാര്യം ചെയ്തേ? തനിക്കുള്ള ഒരു നല്ല ക്വാളിറ്റി ഞാൻ പറയട്ടെ. തന്റെ ജോലിയുടെ ക്രെഡിറ്റ് വേറൊരാൾ എടുത്താലും അതിൽ ഒരു പരിഭവവും കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കും. തനിക്ക് കിട്ടേണ്ട പുകഴ്ത്തലും അംഗീകാരവും മറ്റൊരാൾക്ക് കിട്ടിയാൽ പോലും അതിൽ താൻ വിഷമിക്കില്ല. ഇതൊക്കെയാണ് തന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ പുകഴ്ത്തുന്നേ? ഇല്ലടോ, തനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ശാന്ത സ്വഭാവക്കാരിയാണ്. എല്ലാരെ കൊണ്ടും അങ്ങനെ ആവാൻ സാധിക്കില്ല. എന്നെ പോലുള്ള എല്ലാ പെൺകുട്ടികളും എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞാനത്ര സ്പെഷ്യലൊന്നുമല്ല. കണ്ടില്ലേ, തനിക്ക് കിട്ടേണ്ട അംഗീകാരം സ്ത്രീകൾക്ക് എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുത്തത്. ഇത്രയും നല്ല മനസ്സ് വേറെ ആർക്കാ ഉള്ളത്? അല്ല, ഇന്ന് ഏട്ടനിത് എന്താ പറ്റിയേ? എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ എല്ലാ കാര്യത്തിലും സന്തോഷമാണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അത്ര ഹാപ്പിയല്ല. എന്ത് കാര്യം ഏട്ടാ? അത് ഇയാളുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. എന്തിനാ ഏട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നേ? ഉണ്ണിക്ക് എന്നോട് എത്രത്തോളം അടുപ്പമുണ്ടോ അത്രയും അടുപ്പം അനുകീർത്തി തന്നോട് കാണിക്കുന്നില്ലല്ലോ. അതെങ്ങനെയാട്ടാ ഏട്ടന്റെ തെറ്റാകുന്നേ? അവരെന്നോട് ഇണങ്ങാത്തതിന്റെ കാരണം ഞാൻ തന്നെയാ. തന്റെ ഉയർച്ചയെ താൻ തന്നെ അംഗീകരിക്കുന്നില്ല. താൻ ചെയ്യാത്ത തെറ്റ് തന്റെ തെറ്റാണെന്ന് പറഞ്ഞ് താൻ തന്നെ ഏൽക്കുന്നു. അനുവിനോട് കീർത്തിയോട് അടുക്കുന്നതിന് വേണ്ടി താൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ആ കുട്ടികളാണ് തന്നോട്. അവര് രണ്ടും ചെറിയ കുട്ടികളല്ലേ, അവർക്ക് എന്തറിയാം, പാവം. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനാണത് പഠിപ്പിക്കേണ്ടത്. താനാണ് കുട്ടികളുടെ അമ്മയെന്ന് ഞാനാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ആ ബാധ്യത ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല ഏട്ടാ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളത്തരമില്ലെന്നാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ടത് അവർ ചെയ്യും. അധികം താമസിക്കാതെ തന്നെ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നും. അങ്ങനെ സംഭവിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും താൻ വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയില്ല,
തനിക്കൊരു അന്യായം സംഭവിക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പൊതുവെ ആര് വിഷമിച്ചാലും എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ താൻ എൻ്റെ ബാധ്യതയാണ്. സംസാരിക്കാത്ത ഏട്ടൻ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ കുറച്ച് കൂടിയെന്ന് തോന്നുന്നുണ്ടോ? അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനിയും ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് പേടിയാവുന്നുണ്ടോ? പിന്നെ എന്തെങ്കിലും ജോലിയായിട്ട് വന്നാണോ? ഓക്കെ ഓക്കെ, താനിങ്ങോട്ട് പോ, ഞാനങ്ങോട്ട് പോ. വിജനമൊരു കോണിൽ ഒരു നീർവാതളം പൂത്തപ്പോൾ നീ ഋതുഭേദങ്ങൾ സുഗന്ധം കയ്യിലേ. എന്ത് കാർത്തിക മാസാണോ എന്ത് വ്രതാണോ എന്തോ എനിക്കൊന്നും അറിയാൻ വയ്യേ. ഞാനിപ്പോ കഷ്ടപ്പെട്ട് പൂജ ചെയ്തിട്ട് എനിക്കിപ്പോ ഒരു കല്യാണമൊന്നും നടക്കാനും പോകുന്നില്ല. ഞാൻ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നുണ്ടാവും എന്നെ പൂജയ്ക്ക് വിളിച്ചിരിക്കുന്നത്.